ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബാത്റൂമിൻ്റെ അകത്ത്, അതായത് അറ്റാച്ച്ഡ് വരുന്ന ബാത്റൂമിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന പ്ലഗ് പോയിൻറ്റുകളും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനുള്ള എങ്ങനെയാണ് പൈപ്പിംഗ്, അതായത് വയറിങ്ങിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അതിനോട് ചേർന്നിട്ട് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഡിസൈനിങ് ഒക്കെ ചെയ്യാം. സാധാരണ നമ്മൾ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നേരെ ബാത്റൂമിലേക്കാണ് വരുന്നത്. ബാത്റൂമിൽ നിന്ന് വരുന്ന മെയിനായിട്ട് വരുന്ന ഏരിയകളിൽ ആദ്യമേ തന്നെ നമ്മൾ വാഷ് ബേസിൻ, ക്ലോസറ്റ്, പിന്നെ കുളിക്കുന്ന ഏരിയ, ഇങ്ങനെയാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ എക്സോസ്റ്റിൻ്റെ പോയിന്റ് കൊടുത്തു, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തു, പിന്നെ വരുന്ന മിറർ ലാമ്പിൻ്റെ പോയിന്റ്, പിന്നെ സൈഡിൽ, അതായത് നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കേണ്ടത് എവിടെയാണ് നമ്മൾ വാഷ് ബേസിൻ, ക്ലോസറ്റ്, അതുപോലെ തന്നെ കുളിക്കുന്ന ഏരിയ, ഇങ്ങനെ ആദ്യമേ തന്നെ തീരുമാനിക്കണം. എല്ലാം ഒരേ ലെയറിലാവുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അതായത് വാഷ് ബേസിനോട് ചേർന്നിട്ട് തന്നെ, അതായത് ഒരു സൈഡിലേക്ക് മാറിയിട്ട് നമ്മളൊരു സ്വിച്ച് ബോർഡ് കൊടുത്തു. അത് മെറ്റലിൻ്റെ അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഒരടി, അതായത് 12 ഇഞ്ച് മാറ്റിയിട്ടതിന് ശേഷം, അത് നമ്മൾ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ വാഷ് ബേസിൻ ചെയ്യുന്നത് അതിനനുസരിച്ച് മെഷർമെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നോർമൽ ലെവൽ ഒരു 22 ഇഞ്ചിൻ്റെ വാഷ് ബേസിനാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 20 ഇഞ്ചിൻ്റെ വാഷ് ബേസിനാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊരു മിറർ ലാമ്പ് നമ്മൾ മാറ്റിയിട്ടു. അതിനുശേഷം അതിലൂടെ വരുന്ന പൈപ്പ് നേരെ കയറി വന്നതിന് ശേഷം നമുക്ക് ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തു. ഈ സൈഡിലാണ് ഏറ്റവും എൻഡിലാണ് നമ്മൾ കുളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഹീറ്ററിൻ്റെ ഒരു ഓപ്ഷൻ പവർ പ്ലഗ് കൊടുത്തു. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു പൈപ്പ് കൂടി കൊണ്ടുവന്നിട്ട് നമുക്കവിടെ ഒരു ലൈറ്റ് പോയിൻറ്റ്, ബാത്റൂമിൻ്റെ അകത്ത് ലൈറ്റ് കൊടുത്തു. ഇനി സീലിംഗ് വേണമെങ്കിൽ സീലിങ്ങിനുള്ള ഓപ്ഷനാണ് നമ്മൾ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നേരെ വന്നതിന് ശേഷം എക്സോസ്റ്റിൻ്റെ പോയിൻറ്റ് കൊടുത്തു. എക്സോസ്റ്റ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ചാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ എക്സോസ്റ്റിൻ്റെ പൈപ്പ് നമ്മൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ 8 ഇഞ്ചിൻ്റെ പൈപ്പ് അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെ പൈപ്പ് വയ്ക്കുന്നതെങ്കിൽ ഏറ്റവും ടോപ്പിൽ വാർക്കയോട് ചേർത്ത്, അതായത് മെയിൻ വാർക്കയോട് ചേർത്ത് വെക്കാതിരിക്കുക. മിനിമം ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് പിടിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് വന്നിട്ട് നേരെ മുകളിൽ മുട്ടും, പിന്നെ പൈപ്പിലേക്ക് കയറാത്ത ഒരവസ്ഥ വരും. ഇത് സാധാരണ കോമൺലി കണ്ടുവരുന്നൊരു കംപ്ലയിൻറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എക്സോസ്റ്റിൻ്റെ പൈപ്പ് വയ്ക്കുന്ന സമയത്ത് നമുക്കൊരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് പൈപ്പ് ടൈപ്പ് എക്സോസ്റ്റ് വയ്ക്കുമ്പോൾ വയ്ക്കുക. അപ്പം നമ്മൾ പറഞ്ഞു മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് മിറർ ലാമ്പ്, വേണമെങ്കിൽ നമുക്കൊരു സ്വിച്ച് പ്ലഗ് കാര്യങ്ങൾ സൈഡിലേക്ക് കൊടുക്കാം. വെള്ളം നനയാത്ത ഏരിയയാണ്. കാരണം എന്ന് വെച്ചാൽ വാഷ് ബേസിൻ്റെ സൈഡ്, കുളിക്കുന്ന സൈഡ് നേരെ അപ്പുറത്താണ് വരുന്നത്, ഏറ്റവും എൻഡിലാണ്. അതുകൊണ്ട് നമുക്കിവിടെ വേണമെങ്കിൽ ഒരു സ്വിച്ച് പ്ലഗ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ മിറർ ലാമ്പ് നമ്മൾ കൊടുത്തു. അതിനുശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ എക്സോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഹീറ്ററിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന രീതികൾ, മെയിനായിട്ട് പോയിന്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.